ഹലോ മുത്തുമണികളെ. അസുഖം ആരെയും പുണ്യവാന്മാരാക്കുന്നില്ല എന്ന് ആരോ എപ്പോഴോ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അനിവാര്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ മുമ്പ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ചിന്തിച്ചതുമാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്നിങ്ങനെ ആഗ്രഹിച്ചതായിരുന്നു. അതായത് ഒരു ക്യാൻസർ രോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം. അതിൽ രക്ഷപ്പെട്ടില്ലേ ഇല്ല, അങ്ങനത്തെ ഒരു അസുഖമാണ്. അതായത് മരണത്തിനെ മുന്നിൽ കാണുക എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെയോ അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്. ഒരു ക്യാൻസർ രോഗം എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷയില്ല, രക്ഷപ്പെട്ട ഒരു ഭാഗ്യം എന്ന് മാത്രം പറയാമെന്നല്ലാതെ. എനിക്ക് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഞാൻ പരിചരിച്ച ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതായത് ബ്ലഡിലാണ് ആ ഒരു രോഗം ആ കുട്ടിക്ക് ബാധിക്കുന്നത്. ആ കുട്ടിയുടെ 12ാമത്തെ വയസ്സിലാണ് ആ കുട്ടി ഇത്തരം ഒരു രോഗബാധിതയാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഫാമിലി മനസ്സിലാക്കുന്നത്. സംഭവം പല്ല് തേക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി, പല്ലിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി, ഒരു പനി പോലെ വന്ന് ആ പനി പിന്നീട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആ പനി മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ കുട്ടീനെ ബ്ലഡ് ക്യാൻസർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് എൻ്റെ വല്യമ്മയുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരായിരുന്നു അവര്. അച്ഛൻ ഒരു കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു അച്ഛനാണ്, ഒരു കുടുംബം നോക്കാത്ത ഒരാളാണ്. പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായത് കൊണ്ട് തന്നെ അവരുടെ ഈ അമ്മയുടെ ഫാമിലി വലിയ സഹകരണമൊന്നും ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ അമ്മയുടെ ഫാമിലി ഇടപെടുകയും അമ്മയുടെ സഹോദരൻ തന്നെ ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ നടത്തുകയും ആ കുട്ടീനെ ജീവനോടുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഫെയിലായിപ്പോയി. ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. അവർ നമ്മളെ ശ്രീ ചിത്തിരയിലാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ അവർ തമിഴായതുകൊണ്ട് തന്നെ തമിഴ് ഭാഷ ആണ് അവർക്ക് അറിയാവുന്നത്. അപ്പം നമ്മളെ ശ്രീ ചിത്രയിലുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ അവിടത്തെയൊക്കെ ആൾക്കാരായതുകൊണ്ട് തന്നെ ആ ഒരു മലയാളം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എൻ്റെ വല്യമ്മയുടെ മകൻ എന്നെ അവർക്ക് ആ ഹോസ്പിറ്റലിലത്തേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് അവർക്ക് ലാംഗ്വേജ് ട്രാൻസ്ഫർ ചെയ്തൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതും. അവർ തിരുവനന്തപുരത്ത് ശ്രീ ചിത്രയിൽ അവർ ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്തൊക്കെ ഞാൻ അവരുടെ ഒപ്പം പോകും ആയിരുന്നു. പിന്നീട് ഈ സംഭവം നടന്നിട്ട് 10-25 വർഷം കഴിഞ്ഞ് കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നതും. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ആ അസുഖം റിയലായിട്ട് കണ്ടിട്ട് ഞാൻ അവിടെ ബോധം കെട്ട് വീണ ചരിത്രം വരെ ഉണ്ട്. അതായത് വായിന്ന് മൂക്കിന്നൊക്കെ ഇങ്ങനെ കട്ട പോലെയാണ് അതിൻ്റെ ബ്ലഡ് വരുന്നതും. ഇത് കണ്ട് അവിടെ ബോധം കെട്ട് വീണ ഒരു സംഭവം വരെ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രോഗം ശത്രുക്കൾക്ക് പോലും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ അറിയാം. എൻ്റെ സ്വന്തം മാമിയുടെ അനിയത്തി ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അവരുടെ ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്തിട്ട് അവർ കുറേ നാൾ ജീവിച്ച് ഇപ്പോഴും ജീവനോടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആശേച്ചി ഒരു കീമോ, ഇപ്പോഴും അവർ രോഗബാധിതയാണ്. രണ്ടാമത് വീണ്ടും ഒരു മുഴ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും നന്നായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയ ശരണ്യ, അതുപോലെ അനന്തു, ഇവരൊക്കെ ഒരു തീരാ നോവായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങുന്ന കുറേ ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗമൊന്നുമല്ല, മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെയും തന്നെ വളരെ നമ്മളെ വിഷമിപ്പിക്കുന്നതുമാണ്. ആ ഇടയ്ക്കാണ് നമ്മുടെ രേണുസുതിക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് കോൺട്രവേഴ്സികളിലൂടെ പ്രശസ്തി നേടിയ ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ഹസ്ബൻഡ് മരണപ്പെടുന്നു. അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം ആരും സഹായത്തിനില്ലാതെ പിന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു മകനെയും അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകനെയും വളർത്തുന്ന ഒരു സ്ത്രീ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഇവർക്ക് സഹായഹസ്തവുമായി ഒരുപാട് ആളുകൾ വരികയും
അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അവരുടെ ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത് ഒരിക്കലും ഒരു കലാകാരന്റെ ഭാര്യ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിതമാർഗം അവർ തിരഞ്ഞെടുക്കുക. അതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടുകയും ചെയ്ത ഒരു സ്ത്രീ കൂടിയാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്. ആ ഒരു മാർഗം തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണോ ഇവര് ഇത്തരത്തിലൊരു വിമർശനത്തിന് ഇരയായത് എന്ന് ചോദിച്ചാൽ അല്ല. ഇവരുടെ നാവിന്റെ കുഴപ്പം കൂടി കൊണ്ടാണ് അവരിത്തരത്തിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇവർക്ക് സഹായഹസ്തവുമായി വന്ന ആളുകളെ തന്നെ ഇവർ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു തെറ്റുകാരായിട്ട് ഇട്ടുകൊടുക്കുകയും ഒരുപാട് വിമർശനങ്ങൾ അവർക്കെതിരെയും നടത്തിയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. ഇതിലൊക്കെ പുറമേ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആളുകൾ ചിന്തിച്ചിരുന്നത് അച്ഛനില്ലാത്ത 2 കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട് വെച്ച് കൊടുക്കുന്നത്. പക്ഷെ ആ വീട് വെച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് ഇവരുടെ ഫാമിലി, അതായത് രേണുസുതിയുടെ ഫാമിലി വന്ന് താമസിക്കുകയും അവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവരുടെ മൂത്ത മകനായ, അതായത് ഇവരുടെ ഹസ്ബൻഡിന്റെ മൂത്ത മകനായ കിച്ചു എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടിയുടെ പേര് ഇപ്പൊ അവര് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, രാഹുലാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നത് കിച്ചു എന്ന പേരിലാണ്. അപ്പൊ ഈ കിച്ചു അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് താമസം മാറുകയും അതൊക്കെ ഒരുപാട് വിഷയങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്തു പോയിട്ടുള്ളതുമായ കാര്യമാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതിന്റെ ഇടയിൽ തന്നെ രേണുസുതി സബ്സ്ക്രിപ്ഷൻ പോലൊരു പ്രോഗ്രാം നടത്തുന്നു. അതിൽ വളരെ വൾഗറായിട്ടുള്ള എക്സ്പ്രഷൻസുകൾ ആളുകൾ ചർച്ച ചെയ്യുന്നു. സ്വാഭാവികമാണ്. എനിക്ക് മക്കളുണ്ട്. അപ്പൊ ഞാൻ ഒരു വിഷയത്തിൽ ഇനിയിപ്പോ മക്കളൊന്നും തന്നെ വേണ്ട, എൻ്റെ വല്യമ്മ ആയിക്കോട്ടെ, എൻ്റെ കുഞ്ഞമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ആരോ ആയിക്കോട്ടെ, നമുക്ക് പുറത്ത് ഇതെന്റെ ചേച്ചിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ കുഞ്ഞമ്മയാണ്, ഇതെന്റെ വല്യമ്മയാണ്, ഇതെന്റെ മാമിയാണ് എന്ന് പറയാൻ നമുക്കൊരു അഭിമാനത്തോടു കൂടി പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മൂത്ത മകനായിട്ടാണ് കിച്ചു വളരുന്നത്. ഈ അച്ഛൻ കൂടി നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മയുടെ സംരക്ഷണയിലാണ് എന്നുള്ളതാണ്. അപ്പോ ആ അമ്മ ഈ സബ്സ്ക്രിപ്ഷൻ പോലൊരു കാര്യം ചെയ്യുകയും വളരെ വൾഗറായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ മോനും അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിത്തിങ് എൽസ് അവര് തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, അമ്മയും മകനും തമ്മിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് രേണുവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കിച്ചു ഒരു വീഡിയോയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മകൻ അവന്റെ ചെറുപ്പകാലം മുതൽ അനുഭവിച്ചിരുന്ന ഒരു അരക്ഷിതത്വ ബോധത്തെക്കുറിച്ചും അവന് കിട്ടാതെ പോയ സ്നേഹത്തെക്കുറിച്ചും ശരിക്കും ആ വീഡിയോ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. കാരണം എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലും കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മകൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എൻ്റെ കൂട്ടുകാർ പോലും എന്നോട് സംസാരിക്കരുത് എന്ന് അവരുടെ മാതാപിതാക്കൾ പറയുന്നു. പിന്നെ എൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അവർ ഒരു റൂമിലായിരിക്കും, ഞാൻ തിന്നോ കുടിച്ചോ എന്ന് പോലും അവരന്വേഷിക്കില്ല എന്നൊക്കെ ആ കുട്ടി വളരെ ഇങ്ങനെ ഒരു സില്ലി പോലെ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ആ മകന്റെ ഉള്ളിലുള്ള ആ ഒരു വേദന എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എൻ്റെ സങ്കടം ഇങ്ങനെ ആ മോൻ അങ്ങനെ വന്നല്ലോ. നമുക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരെയും നമുക്ക് സഹായിക്കാനോ ഒന്നും നമുക്ക് പറ്റൂല. ചിലരിങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിസ്സംഗതയോടുകൂടി ഇരുന്നിങ്ങനെ കേൾക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. ഇങ്ങനെ കേട്ടിട്ട് സങ്കടപ്പെടാം എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത കണ്ടീഷനുണ്ട്. അപ്പം അതുപോലെ തന്നെ ആ മകൻ അവൻ്റെ വിഷമതകൾ പറയുന്നുണ്ട്. അവന്റെ അച്ഛനും കൂടി നഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അയ്യോ പടച്ചോനെ, ആ അച്ഛനെങ്കിലും നീ ജീവനോട് കൂടി ആ കുട്ടിക്ക് കൊടുക്കരുതായിരുന്നു, എന്തിനാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആ മകനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പോയ ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ ആ കുട്ടി എന്തോ പഠിക്കുന്നുമുണ്ട്, എന്തോ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സംഭവം ആ കുട്ടി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരു ബ്രാൻഡൊക്കെ തുടങ്ങി വലിയ കുഴപ്പമില്ലാതെ ആ കുട്ടി ജീവിക്കുന്ന സമയത്താണ് നമ്മുടെ രേണുസുതിക്ക് ഈ ഒരു അസുഖം സ്ഥിരീകരിക്കുന്നത്. അതുവരെ രേണുസുതിനെ
വിമർശിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ, രേണുസുധീന്റെ നാക്കുകൊണ്ടാണ് അങ്ങനെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു 99% റിയാക്ഷൻ ചാനലുകാര് രേണുസുധിയോട് മാപ്പ് ചോദിക്കുകയും അങ്ങനെ ഒരു രോഗത്തെ സർവൈവ് ചെയ്യാനുള്ള ഒരു ആശംസകളൊക്കെ കൊടുത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപദേശമൊക്കെ കൊടുത്ത് എല്ലാവരും ഈ പീലാത്തോസിനെ പോലെ കൈകഴുകി മാറുന്ന ഒരുപാട് റിയാക്ഷൻ ചാനലുകാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഈ രേണുസുധി മുടി ഇങ്ങനെ ക്രാപ്പ് ചെയ്തുകൊണ്ടും പിന്നെ ഒരു പറ്റനെ മുടി വെട്ടിക്കൊണ്ടും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രിസ്ത്യൻ സോങ്ങുകളൊക്കെ പാടുകയും പിന്നെ എന്താണ് അപ്പോഴും ഇങ്ങനെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം, ചാനൽ നിങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കണം. അതായത് നമ്മുടെ ശരണ്യ ചെയ്ത ഒരു രീതി ഇവര് അനുകരിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രോഗമാണ്, നമുക്ക് ഒന്നും തന്നെ പറയാനായിട്ടില്ല എന്നുള്ളതാണ്. ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുന്ന അവർക്കേ അറിയൂ അവരുടെ വിഷമത എന്താണെന്നുള്ളതും. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഡ്രോമാറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവര് മുടി ശരിക്കും ഈ കീമോ ചെയ്യുന്ന ആളുകളോട് ഡോക്ടർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് മുടി വെട്ടുക എന്നുള്ളത്. ഈ മുടി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാപ്പ് അടിക്കുക അല്ലെങ്കിൽ മുടി പറ്റനെ വെട്ടുക എന്നുള്ളതല്ല, മുടി വഴിച്ചിറക്കുക. ഈ മുടി വഴിച്ചിറക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കീമോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചൂടായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ഇത്. ആ സമയത്ത് മുടി തലയിൽ ഉണ്ട് എങ്കിൽ ഈ ഉള്ള മുടി ഉണ്ടല്ലോ, ഉള്ള മുടി അത് പൊഴിഞ്ഞു പോകും. ഈ പൊഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് പിന്നീട് മുടി വളരുകയില്ല. അതേസമയം ഈ മുടി വഴിച്ചിറക്കുകയാണെങ്കിൽ കീമോയൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന മുടി നല്ലതുപോലെ വളരും. ഈ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെ ഒരു യൂട്യൂബിൽ തന്നെ ഒരു അമ്മയും 2 ആൺമക്കളും ഉണ്ട്. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയതിന് ശേഷം കുഞ്ഞിനെ മുലയൂട്ടുന്ന പ്രായത്തിലാണ് അവർക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് അവരറിയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ആ വീഡിയോസ് കാണും. ഇപ്പൊ ആ മൂത്ത മകൻ എന്ന് പറയുന്ന നല്ല വളർന്ന്, അതുവരെ അവർക്ക് ജീവൻ ഉണ്ടാകുമെന്ന് പോലും അവർ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ആ ഒരു രോഗത്തിൽ നിന്ന് അവര് പൂർണ്ണമായിട്ട് വിമുക്തി നേടിയിട്ടില്ല എങ്കിലും അവർ ജോലി ചെയ്യുന്നു. അവരുടെ കുട്ടികളെ 2 പേരെയും നെഞ്ചോട് ചേർത്ത് വളർത്തുന്നു. ആ സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുല കൊടുക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞായിരുന്നു എൻ്റെ മകൻ. പക്ഷേ എനിക്ക് അവന് മുല കൊടുക്കാൻ പറ്റാതെ ആ കുഞ്ഞ് കരയുന്ന കാണുമ്പോൾ എനിക്ക് അത്ര വേദന. എൻ്റെ ക്യാൻസർ രോഗമല്ല എന്നെ വേദനിപ്പിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് ആ അമ്മ പറയുന്ന ആ ഒരു ക്യാൻസർ ജേണിയെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് അവർ ആ വേദനകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഇങ്ങനെ വലിച്ചു നീട്ടി ഞാൻ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേണുസുധിയും അത്തരം ഒരു ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലും മനഃപൂർവ്വം അതായത് ഇപ്പൊ ഇവർക്ക് രോഗബാധിതരായി എല്ലാവരും ഇവരോട് ക്ഷമ ചോദിക്കുകയും ഇപ്പൊ സായി ഒക്കെ പോയിട്ട് പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, AC വെച്ച് കൊടുക്കുന്നു, അതുപോലെ ചികിത്സയ്ക്കുള്ള പണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവര് പിടിച്ചു കയറി, നെഗറ്റീവ് ആണെങ്കിലും അവർ ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റിലോട്ട് പിടിച്ചു കയറി അവർ ഒരുപാട് സമ്പത്ത് അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രം ചെലവഴിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമായിട്ട് അവർ അധ്വാനിക്കുന്ന പണം അവർ ചെലവാക്കുന്നത് നമ്മളെല്ലാം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ധൂർത്ത് എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഘട്ടം കടന്നു വന്നിട്ടും അവർക്കൊരു രോഗം വന്നു എന്ന് മനസ്സിലായപ്പോൾ കേരള സമൂഹം ഒന്നടങ്കം അവരോടൊപ്പം നിന്നു. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുത്തു. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്, രേണുസുധി അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഈ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പെണ്ണുണ്ട്, നയൻതാരയെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഭയങ്കര കുണിഞ്ഞിട്ടൊക്കെ നടക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ കുറച്ച് ചാനലുകാരെ കൊണ്ട് നടക്കുന്നുണ്ട്. അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ചാനലുകാരെ കൊണ്ട് നടന്ന് എടുക്കുന്ന വീഡിയോസാണ്. ഇതുപോലെ തന്നെ നമ്മുടെ രേണുസുധിയും അത്തരത്തിൽ ചാനലുകാരെ കൊണ്ട് നടന്ന് അവർ പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്
അവര് അഭിനയിച്ച ഒരു പിന്നെ ആൽബത്തിലെ ആള് തന്നെ പറയുന്നുണ്ട് ഇത്ര യൂട്യൂബേഴ്സിനെ വിളിക്കണം, അവരെ വിളിച്ചാലേ ഞാൻ വരൂ എന്നൊക്കെ. അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷവും എന്നെ അതായത് ഈ രേണു സുധീരെ ചേച്ചിയും ഹസ്ബൻഡും ആണ് നോക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ അത്രയും ആ ഒരു ഹോസ്പിറ്റലിൽ പോലും വീഡിയോയുമായിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് ശരിക്ക് ആ ഒരു രോഗത്തെ പോലും ഇങ്ങനെ കളിയാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഈ ഒരു അവസ്ഥയിലും ഈ പുള്ളിക്കാരത്തി ഈ ഒരു പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം എന്നാഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ അടുത്തായിട്ട് ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്കിങ്ങനെ ഒരു രോഗം വന്നതിന് ശേഷം ഞാനാണ് കിച്ചുവിനെ വളർത്തിയത്. അപ്പൊ 5 വയസ്സ് മുതൽ ഞാൻ വളർത്തിയ മകനാണ് കിച്ചു. കിച്ചു എന്നെ കാണാനായിട്ട് വന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. ഇത് കേട്ട് നമ്മൾ സ്വാഭാവികമാണ്, നമ്മളിപ്പോ ഒരു കാര്യം യൂട്യൂബിലാണ് ഇടുന്നതെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് എത്തിക്കേണ്ടുന്ന ആരാണോ നമ്മളെ വീഡിയോ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തും. അപ്പം മിനിറ്റുകൾക്കകം തന്നെ ഇത് കിച്ചുവിന്റെ അടുത്ത് എത്തി. കിച്ചു എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് കോൺട്രവേഴ്സിക്ക് ശേഷം കിച്ചുവിന്റെ കാര്യങ്ങളും നോക്കി കിച്ചുവിന്റെ ജീവിതവും നോക്കി അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോഴാണ് അതുവരെ രേണു സുധീനെ എതിർത്തുകൊണ്ട് നിന്ന ഈ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ആർക്കെതിരെ തിരിഞ്ഞു? കിച്ചുവിനെതിരെ തിരിഞ്ഞു. സോ ഒന്ന് ചിന്തിക്കുക. അതായത് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത് മുഴുവൻ അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പയ്യനാണ് ജീവിതം എന്ത് എന്ന് അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കൊച്ചിനെ വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക്, അതായത് ഇവർക്കൊരു നല്ല ഒരു ഇമേജ് ഇവര് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആ കിച്ചുവിന്റെ മകനെ ഇവര് മീഡിയാസിന് സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തു. എന്തായാലും 2-3 യൂട്യൂബേഴ്സ് കിച്ചുവിനെ ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കേണ്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ എന്നാലും രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് നീ എന്തേ മോനെ പോയില്ല എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് ആൾക്കാർ വന്നു. ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചെന്ത് ചെയ്തു? ഇപ്പൊ എല്ലാരും പറയുന്നത് കൊണ്ട് ഞാൻ പോയി നോക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തി. എന്തായാലും ഇന്നലെ ആ പുള്ളിക്കാരൻ, അതായത് ഈ കിച്ചു എന്ന് പറയുന്ന ആ കൊച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാറ്റൊക്കെ ആ കൊച്ച് പുറത്ത് കാണിക്കുന്നുണ്ട്. അതുവരെ രോഗക്കിടക്കയിൽ നിന്ന് എണീറ്റൊന്ന് ഇരിക്കാൻ പോലും കഴിയാതിരുന്ന രേണു, കിടന്നുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഒക്കെ വീഡിയോ ചെയ്തിരുന്ന രേണു സ്വതവേയുള്ള തനി കോണ അങ്ങോട്ട് പുറത്തെടുത്തു. കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഞാൻ പറയുന്നത്, രോഗം ഒരാളെയും പുണ്യവാനാക്കുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് അത് എപ്പോഴായാലും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇവരതൊന്നും അർഹിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരാളുടെയും സഹതാപം ഇവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു മകനെ അവര് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവർ ഡയറക്റ്റ് ആ മോനെ വിളിച്ചിട്ട് പറയും, മോനെ എനിക്ക് നിന്നെ ഒന്ന് കാണാനായിട്ട് കൊതിയാകുന്നു, മോനെ നീ എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വാ എന്ന് നേരിട്ട് പറയും. അതിന് പകരം ഇവർ ചെയ്തത് എന്താണ്? സോഷ്യൽ മീഡിയയിൽ അങ്ങ് എടുത്തിടുകയാണ്, ഞാൻ വളർത്തിയ മകനാണ്, ഞാൻ വളർത്തിയ മകൻ എന്നെ കാണാനായിട്ട് വന്നില്ല. എന്തൊരു കഷ്ടം, എന്തൊരു ദുരന്തമാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ സൈബർ അറ്റാക്കിന് ഇരയായ ആ കുട്ടി കുറെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ അതിന് റിപ്ലൈയുമായിട്ട് അതുവരെ കിടന്ന മഹതി എണീറ്റിരുന്നും കൊണ്ട് പറയാൻ തുടങ്ങി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇല്ലീഗൽ പ്രവർത്തനം നീ ചെയ്തിട്ടുണ്ട്, ഇന്ന പോലീസ് സ്റ്റേഷനുകളിൽ നിന്റെ പേരിൽ പരാതിയുണ്ട്. രേണു ഒന്ന് ആലോചിക്കണം. നിങ്ങൾ വളർത്തിയ മകനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നടന്ന് ഇല്ലീഗൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു എങ്കിൽ അത് ആരുടെ കുറ്റം കൊണ്ടാണ്? നിങ്ങൾ വളർത്തിയ മകന്റെ പേരിലാണ് നിങ്ങൾ അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരുടെ തെറ്റുകൊണ്ടാണ്? സ്ത്രീയെ ഈ ഒരു രോഗാവസ്ഥയിൽ പോലും നിങ്ങളെ ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നിങ്ങൾ പറയുന്നു നിങ്ങൾ വളർത്തിയ മകന്റെ പേരിൽ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കേസുകൾ ഉണ്ട്, ഇന്ന പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവന്റെ പേരിലുള്ള കേസുകളുണ്ട്. ആരാണ് തെറ്റുകാരൻ? ജീവിതം എന്ത് എന്ന് അറിയുന്നതിന് മുമ്പ് ആ കുട്ടി ഇത്തരത്തിലുള്ള ഇല്ലീഗൽ പരിപാടികളിൽ ഏർപ്പെട്ടു എങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്?
ആരാണ്? നിങ്ങളൊന്നും അറിയാൻ അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും കിച്ചുവിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. കിച്ചുവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കിച്ചുവിനെ ജീവിക്കാനായിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാ കിടക്കട്ടെ ദാ ഒരു സൈബർ അറ്റാക്ക്. നിങ്ങളെയൊക്കെ അമ്മാന്ന് വിളിക്കാൻ പറ്റുമോന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു ദിവസമെങ്കിലും ആ കൊച്ചിന് ഊട്ടിക്കൊടുത്ത അന്നം സത്യമായിരുന്നു എങ്കിൽ നിങ്ങളിത് പബ്ലിക്കിന്റെ മുന്നിലല്ല വന്ന് പറയുക. നിങ്ങൾ ആ കൊച്ചിനെ ഫോൺ ചെയ്തിട്ട് മോനെ എനിക്ക് നിന്നെ കാണാനായിട്ട് ആഗ്രഹമുണ്ട് മോനെ, അമ്മ ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്, മോൻ എന്നെ വന്നൊന്ന് കാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടി വന്ന് കാണും. ഉറപ്പായിട്ടും ആ കുട്ടി വന്ന് കാണുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് കാര്യമായിട്ട്? ഇത് രേണു തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. താൻ ചെയ്തിരിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കുക. ഇനിയെങ്കിലും നിങ്ങളൊന്ന് സമ്പാദിച്ചു കൊടുക്കണം. നിങ്ങൾ പറയുന്ന നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തതിൽ നിന്ന് കിട്ടിയ പണം വരെ നിങ്ങൾ ആ കൊച്ചിന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അത് വിളിച്ചിങ്ങനെ അങ്ങ് പറയുന്നു. എന്ത് കാര്യം? എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നേട്ടം? ശരിക്കും നിങ്ങൾ ആ കുട്ടിയുടെ അമ്മ എന്ന് പറയാനുള്ള ഒരു അർഹത നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇരിക്കട്ടെ. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന് ഒരു ജനസമൂഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോഴും നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ജോലി ഉണ്ടല്ലോ, ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ മോനും നല്ലത് വരട്ടെ. നിങ്ങൾക്കും ആ രോഗത്തിൽ നിന്ന് വിമുക്തി കിട്ടി വീണ്ടും തിരിച്ചു വന്ന് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം പടച്ച റബ്ബ് തരട്ടെ.